ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇതൊരു നെയ്പത്രിയുടെ വീഡിയോ ആണ്. ഇന്ന് ഞങ്ങൾ കോഴിക്കോട് പോയ സമയത്ത് അമ്മ ഉണ്ടാക്കണേ കേട്ടോ. ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ട് എടുത്തേക്കുന്നത് അരിപ്പൊടിയാണ്, നമ്മുടെ സാധാരണ അരിപ്പൊടി. അതിലേക്ക് അമ്മ ജീരകം ഒന്ന് കൈ കൊണ്ട് ഞെരടിയിടുന്നുണ്ട്. പിന്നെ ഉപ്പെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ചൂടാക്കാൻ വെച്ചേക്കുന്നത് വെള്ളം, പൊടി കൊടുക്കാനുള്ള വെള്ളം ഉണ്ടാ. അടപ്പിലാണ് അവിടെ എല്ലാം ചെയ്യണത്. കറക്റ്റ് ടൈമിൽ കറണ്ട് പോയിട്ടാണ്. അപ്പോൾ അത് അമ്മ ചൂടുവെള്ളം ആ പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ആവശ്യത്തിന് ഞാൻ ഒഴിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉപ്പിലും കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒഴിക്കുന്നുണ്ട്. ചീരകം ആദ്യം ഇട്ടല്ലേ, ഇനി ഉപ്പ്. അരിപ്പൊടിയല്ലേ അപ്പം അമ്മതേ വെള്ളം ഇടയ്ക്കിടയ്ക്ക് ആവശ്യത്തിന് നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. വെള്ളം കൂടാനും പാടില്ല. അപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ചത് കുഴച്ച് നല്ലോണം ചൂടൊക്കെ നോക്കി. പിന്നെ കുറച്ചും കൂടി പൊടി എക്സ്ട്രാ ആയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, കുഴക്കാൻ വേണ്ടിയിട്ടാണത്. എന്നിട്ട് നന്നായിട്ട് അത് ഇളക്കി കൊടുത്ത് കൈ കൊണ്ട് നല്ലോണം കുഴച്ചെടുക്കണം കേട്ടോ. കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ചാലാണ് അത് ആ ടേസ്റ്റ് ആവുള്ളൂ കേട്ടോ. വെള്ളം കൂടിക്കഴിഞ്ഞാൽ കുഴച്ചെടുക്കാൻ പറ്റില്ലല്ലേ. അപ്പോൾ ഇതമ്മ നല്ല മയത്തിൽ കുഴച്ചെടുത്തതാ, നല്ല അടിപൊളിയായിട്ട് റൗണ്ട് ഷേപ്പിലൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് പരത്തണം കേട്ടോ. അപ്പോൾ അത് പരത്തണം എങ്ങനെയാണെന്ന് നോക്കാം. ഇതേണ്ട കയ്യിൽ ഇങ്ങനെ നല്ലോണം നമ്മൾ ഉരുള എടുത്തിട്ട് ഒരു വാഴയിലാണ് കേട്ടോ അമ്മ ചെയ്യണത്. അതൊന്നും നമുക്ക് കാണാം. അപ്പോൾ ആദ്യത്തെ ആ ഉരുളകളൊക്കെ അമ്മ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതേ വാഴയിലയിൽ വെളിച്ചെണ്ണ ഉണ്ട് വരേണ്ടത്. വെളിച്ചെണ്ണ നന്നായിട്ട് പുരട്ടി കൊടുത്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഉരുള അതിൽ വെച്ചിട്ട് കൈ കൊണ്ട് തന്നെ അമർത്തി കൊടുക്കണം കേട്ടോ. കണ്ട കൈ കൊണ്ട് അമർത്തി നല്ലൊരു ചെറിയ പൂരിയുടെയൊക്കെ ഷേപ്പ് വേണ്ട ആ ഒരു റൗണ്ടിൽ നല്ലോണം പരത്തിയെടുക്കണേണ്ട. അപ്പോൾ അത് നമ്മുടെ അടപ്പിലിതേ നെയ്പ്പത്തിരി ചുട്ടെടുക്കാനുള്ള ചട്ടിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അമ്മ. അപ്പോൾ അത് അടപ്പിൽ തന്നെയാണ്, നല്ല തീയാണ് കേട്ടോ. നല്ല വിറക് വെക്കുമ്പോഴത്തേക്കും നല്ലോണം തീ ആളി പെട്ടെന്ന് തന്നെ ചൂടായൊക്കെ കിട്ടും കേട്ടോ അത്. അപ്പോൾ അത് ചട്ടി ചൂടായപ്പോൾ അതിൽ അമ്മ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് നല്ല മുങ്ങിക്കിടക്കാനുള്ള വെളിച്ചെണ്ണ വേണം കേട്ടോ. അപ്പോൾ അത് ഇപ്പുറത്തെ അമ്മ സമയം കൊണ്ടിട്ട് വെളിച്ചെണ്ണ ചൂടാണ് സമയം കൊണ്ട് നമ്മുടെ പത്തിരിയൊക്കെ പരത്തി എടുക്കണേ കേട്ടോ. അപ്പോൾ അത് വെളിച്ചെണ്ണ നല്ലോണം ചൂടായിട്ടിട്ട് അപ്പോൾ അതിലോട്ട് ആ പരത്തിയ പത്തിരി ഇടാൻ പോണേണ്ടമ്മ. നമ്മൾ ശരിക്കും പപ്പടമൊക്കെ ഇടുന്ന പോലെ കേട്ടോ എനിക്ക് തോന്നിയത്. അപ്പോൾ അതിലേക്ക് ഇത് നല്ലോണം മുങ്ങിക്കിടക്കണ രീതിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നല്ലോണം ഇതിനകത്ത് ഇട്ട് നല്ലോണം മൊരിച്ചെടുക്കണം കേട്ടോ. കണ്ട നല്ല അടിപൊളിയായിട്ട് ഒട്ടിയൊന്നും പിടിക്കാതെ നല്ല സോഫ്റ്റായിട്ട് തന്നെ അതിൽ കിടന്ന് നല്ലോണം മൊരിയണുണ്ട് കേട്ടോ. കണ്ടോ, ശരിക്കും ഒരു പപ്പടം പൂരിയൊക്കെ വറുത്തെടുക്കണ പോലെ തന്നെ. അപ്പോൾ ഇത് മൊരിയുമ്പോഴത്തേക്കും ഇപ്പുറത്ത് അടുത്തിടാനുള്ള പത്തിരി പരത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് അപ്പോൾ ഒരു സൈഡ് ഇത് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇത് മറിച്ചിടണം കേട്ടോ. ഈ ഊട്ടക്കല്ലാണ് യൂസ് ചെയ്യുന്നുണ്ടെന്നല്ല, എന്നാലും നമ്മളത് എടുക്കുമ്പോഴത്തേക്കും എണ്ണ നല്ലോണം ഊറ്റി കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതേ ഒരു സൈഡ് മൊരിഞ്ഞതിന് ശേഷം വേണം നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ട് അത് മറിച്ചിടണം കേട്ടോ. എനിക്ക് തോന്നുന്നു ഗ്യാസിൽ വെക്കുന്നതിനേക്കാളും നല്ലത് ഈ പുകടപ്പിൽ തന്നെ വെക്കുന്നതാണ്. നല്ലോണം തീ വന്ന് നല്ലോണം മൊരിഞ്ഞിടുന്നത്. ഇതാകുമ്പോൾ നല്ലോണം ചൂടായി കിട്ടും. ഗ്യാസ് അടുപ്പിലെ തീനേക്കാളും നല്ല, അതുപോലെ ടേസ്റ്റും നല്ല ഇതിന് തന്നെ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അത് മൊരിഞ്ഞതൊക്കെ മറിച്ചിട്ടത് കഴിഞ്ഞ് നല്ല ഫിനിഷിംഗ് ആയി കിട്ടിയിട്ടുണ്ട്. രണ്ട് സൈഡും മൊരിഞ്ഞണ്ട, ശരിക്കും പപ്പടമൊക്കെ പൊങ്ങി വന്ന പോലെ തന്നെ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഊട്ടക്കയിൽ വെച്ചിട്ട് നല്ലോണം എണ്ണ കളഞ്ഞതിന് ശേഷം വേണം കേട്ടോ വേറെ പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാനായിട്ട്, അല്ലെങ്കിൽ ഫുൾ എണ്ണ ഒഴിച്ചിരിക്കും. അപ്പോൾ എണ്ണ നല്ലോണം വറ്റിയതിന് ശേഷം വേണ്ട നല്ല അടിപൊളി സോഫ്റ്റാണ് കേട്ടോ. കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഇത്. നെയ്യിടൂല അല്ലേ. അപ്പോൾ ഇത് നെയ്പ്പത്തിരി എന്നാണ് പേരെങ്കിലും നെയ്യ് യൂസ് ചെയ്യണമെന്നുണ്ടാകും പറഞ്ഞത്. വെളിച്ചെണ്ണയിൽ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. ഇന്ന് പ്രത്യേകിച്ച് വേറെ സാധനങ്ങളൊന്നും ആവശ്യമില്ല. ആകെ വേണ്ടത് അരിപ്പൊടി, ജീരകം, ഉപ്പ്. പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാനും പറ്റും. സിമ്പിൾ പരിപാടിയാണ് കേട്ടോ. പിന്നെ ഇത് ചുട്ടെടുക്കാനായിട്ട് കുറച്ചധികം വെളിച്ചെണ്ണ ആവശ്യമുണ്ട്. അതാണ് മെയിനായിട്ടുള്ളത്. ബാക്കി വേറെ പ്രത്യേകിച്ച് നമുക്ക് എക്സ്ട്രാ ഒരുപാട് സാധനങ്ങളൊന്നും ആവശ്യമില്ല കേട്ടോ. പിന്നെ ഇതുപോലെ തീയിലാണെങ്കിൽ പെട്ടെന്ന് ചുട്ടിട്ടെടുക്കാം. ടേസ്റ്റിയാണ് കേട്ടോ കഴിക്കാനായിട്ട്. വേണ്ട ഞങ്ങളാണ് നെയ്പത്തിരി എന്ന് പറയുന്നത്. ശരിക്കും ഇതിൻ്റെ പേര് അവിടെ പറയുന്നത് നെയ്പത്തലെന്നാണ് കേട്ടോ. അവിടെ പത്തിരീന ഈ കോഴിക്കോട് പത്തലെന്നാണ് കേട്ടോ പറയണത്. അപ്പം നമ്മുടെ നെയ്പത്തൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ചിക്കൻ കറിയാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് എല്ലാം നല്ലോണം മൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് നമ്മുടെ ഈ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നെയ്പത്തൽ. എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞങ്ങൾ ഓൾറെഡി ഇന്നലെ ഇവിടെയൊക്കെ വരുമ്പോൾ ഹോട്ടലിൽ നിന്ന് കഴിച്ചായിരുന്നു.
നെയ്പ്പത്തിരി കഴിച്ചായിരുന്നു. അപ്പം തന്നെ എനിക്ക് നല്ല സൂപ്പർ അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം അത് അമ്മെല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. അവിടെ അങ്ങനെ വീടുകളിലുണ്ടാക്കാറില്ല. മറ്റേ കടയിൽ ഇല്ല, ഇതുപോലത്തെ കുറച്ചും കൂടി വട്ടം വലുത്, കട്ടിയില്ലാത്തത്. വട്ടം വലുതായിരുന്നു. അപ്പോൾ ഇവിടെ ഞങ്ങൾ എറണാകുളത്ത് കിട്ടുന്ന പത്തിരി അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്താണ്ട് ഏത് ടൈപ്പ് ആണെന്നുള്ളത്. നമ്മൾ ചായക്കൊക്കെ കടികളൊക്കെ വാങ്ങിക്കുന്ന ടൈപ്പ് ആ ഒരു പത്തിരിയില്ലേ അത്. തീ കൂടിയപ്പോൾ നല്ലോണം പൊന്തി വരുന്നുണ്ടല്ലേ. അപ്പോൾ ഇത് 2-3 ചുട്ട് കഴിഞ്ഞപ്പോൾ നല്ല ചൂടും ചട്ടിക്ക് നന്നായിട്ട് ചൂടായതുകൊണ്ട് അടുത്തത് ആദ്യത്തിനേക്കാളും നല്ല അടിപൊളിയായിട്ട് പെട്ടെന്ന് പൊന്തി വന്നിട്ടാണ് കണ്ടോ. അപ്പോൾ ഇത് ചുട്ടെടുത്ത് കഴിയുമ്പോൾ എണ്ണയൊക്കെ പോയിട്ട് ഇതുപോലെ ഇരിക്കട്ടെ നമ്മുടെ നെയ്പ്പത്തിരി. കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ. അപ്പോൾ ഞങ്ങളിത് അതൊക്കെ എടുത്ത് ഇനി കഴിച്ചു തുടങ്ങണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കഴിച്ചു തുടങ്ങാൻ പോണേന് പത്തിരിയും ചിക്കൻ കറി പിന്നെ നമ്മുടെ സ്പെഷ്യൽ ചായയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കഴിക്കണം. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഈ ഒരു നെയ്പ്പത്തിരി ഉണ്ടാക്കി നോക്കാട്ടോ. വളരെ സിമ്പിളാണ്. അപ്പോൾ അടിപൊളി ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ശരി, ഞങ്ങൾ ഈ ടേസ്റ്റ് നെയ്പ്പത്തിരി കഴിക്കട്ടെ കേട്ടോ. അപ്പം നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ. ഓക്കെ.